തിരുവചനം തിരുവചനം. പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവം നൽകുന്ന അത്ഭുതകരമായ സൗഖ്യവും ആശ്വാസവും സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പ്രഭാഷകൻ്റെ പുസ്തകം 38 അധ്യായം 9 തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്രകാരമുള്ള ഒരു സൗഖ്യം, ഒരാശ്വാസം നമുക്കെല്ലാവർക്കും സംഭവിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം: നല്ലവനായ ദൈവമേ, ഞങ്ങളെ മുഴുവനായി അറിയുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ രോഗങ്ങളെയും എല്ലാ പീഡകളെയും ദൈവമേ അങ്ങയുടെ ശക്തമായ സാന്നിധ്യ ശക്തിയാൽ നീക്കം ചെയ്ത് ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയും സൗഖ്യവും നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന ശുശ്രൂഷയിൽ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പകർന്നു നൽകുന്ന ഒരു വലിയ ആശ്വാസത്തിൻ്റെ മേഖലയെ നമ്മൾ ധ്യാനിക്കുകയാണ്. ഒരു ചോദ്യവും അതിനോടുള്ള ഒരു ഉത്തരവുമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ തിരുവചനത്തിൻ്റെ മണിക്കൂറിൽ നമുക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്നത്. ചോദ്യം ഇതാണ്: നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ ചെറുപ്പകാലം മുതൽ കുടുംബത്തിൽ നിന്നും നമ്മൾ ജനിച്ച സാഹചര്യങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള സ്വഭാവ പ്രത്യേകതകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ സ്വഭാവ പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നെങ്കിലും മാറുമോ? വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നല്ലതും ചീത്തതുമായ ഒത്തിരി സ്വഭാവ പ്രത്യേകതകൾ നമ്മുടെ ഉള്ളിലുണ്ട്. നല്ല സ്വഭാവങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്രദമാവും. നമ്മുടെ അഭിഷേക വളർച്ചയ്ക്ക് നമുക്ക് ഗുണം ചെയ്യും. എന്നാൽ തിന്മയായ സ്വഭാവ പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നാശം മാത്രമേ വരുത്തിവെക്കുകയുള്ളൂ. ഇപ്രകാരം നമ്മളെ നശിപ്പിക്കുന്ന സ്വഭാവ പ്രത്യേകതകൾക്ക് എന്നെങ്കിലും ഒരു ഉത്തരമുണ്ടാകുമോ? എന്നെങ്കിലും ഈ സ്വഭാവങ്ങൾ മാറുമോ? മനഃശാസ്ത്രം ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞും വായിച്ചും ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്: ചെറുപ്പത്തിലെയുള്ള സ്വഭാവമൊന്നും മാറാൻ പോകുന്നില്ല. ഒരാളുടെ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോണില്ല. അതാ വ്യക്തി മരിക്കുന്നത് വരെ ആ വ്യക്തിയോട് കൂടെ ഉണ്ടാവും. മലയാളത്തിൽ അങ്ങനെ ഒരു ചൊല്ല് തന്നെയുണ്ടല്ലോ: ചൊട്ടയിലെ ശീലം ചുടല വരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ അവൻ ജനിച്ച വീട്, അവൻ്റെ ചുറ്റുവട്ടം, അവൻ്റെ ബാല്യകാലം, ആ കാലഘട്ടങ്ങളിൽ രൂപം കൊള്ളുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിലകൊള്ളും. അതാ വ്യക്തി ഒരു ഭാരം പോലെ ചുമക്കേണ്ടി വരും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇത് മനഃശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം എന്താണ് ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവത്തിലെ ദൂഷ്യവശങ്ങളെ മാറ്റിമറിക്കാൻ നമുക്ക് അവസരമുണ്ട്. നമ്മുടെ സ്വഭാവത്തിലെ ദൂഷ്യവശങ്ങൾ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, അത് മാറ്റാൻ സാധിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചോണം: ഇക്കാലം അത്രയും നമ്മൾ നമ്മുടെ തലയിൽ വച്ചിരിക്കുന്ന ഒരു ചിന്തയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ലോകം നിന്നോട് പറയുന്നു നിൻ്റെ സ്വഭാവത്തെ നിനക്ക് മാറ്റാൻ പറ്റില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു, നമ്മളെ സൃഷ്ടിച്ച് ദൈവം പഠിപ്പിക്കുന്നു, നിൻ്റെ സ്വഭാവത്തെ നിനക്ക് മാറ്റാൻ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ അടുത്ത നാളിൽ ഒരു സിനിമാ നടൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനോട് ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടു. അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ പ്രത്യേകതകളെക്കുറിച്ച് പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്: എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എനിക്കല്പം ദേഷ്യമുണ്ട്, എനിക്കിങ്ങനെ സ്വഭാവ പ്രത്യേകതകളൊക്കെ ഉണ്ട്, ഇതൊന്നും മാറ്റാൻ പറ്റില്ല, ഇതെൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ കൂടെയുള്ളതാണ്, ഇതൊന്നും മാറ്റാൻ പറ്റില്ല. ഈ വ്യക്തി ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നതിലൂടെ കോടാനുകോടി ജനത ഇത് കാണുമ്പോൾ
അത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വ്യക്തിയുടെ തലയിലും അപ്രകാരം ഒരു ചിന്ത വരുന്നു, എൻ്റെ സ്വഭാവം ഇത് മാറ്റാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ലോകം പഠിപ്പിക്കുന്നതല്ല വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്വഭാവങ്ങളെ വിശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മോശയെക്കുറിച്ചാണ്. പുറപ്പാട് പുസ്തകത്തിൽ മോശയെ നമ്മുടെ മുമ്പിൽ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഈ മോശയെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലാണ് മോശയെ വിളിച്ചുകൊണ്ട് മോശ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മോശയുടെ ജീവിതത്തിൽ അവൻ്റെ ചെറുപ്പകാലം മുതലുള്ള അനുഭവങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു. അത്ര മനോഹരമായ ഒരു ബാല്യകാലമൊന്നുമല്ല മോശയുടേത്. ബൈബിൾ വായിച്ചു പോകുമ്പോൾ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്ന അവൻ്റെ അപ്പൻ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആന്തരിക മുറിവുകളോടുകൂടിയാണ് മോശ ജനിക്കുകയും വളരുകയും ചെയ്യുന്നത്. അവൻ്റെ ബാല്യകാലത്തിൻ്റെ അനുഭവങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അപ്രകാരം നമുക്ക് ബോധ്യപ്പെടും. ക്ഷിപ്രകോപി എന്നാണ് മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ദേഷ്യക്കാരനാണ്. നമ്മളൊക്കെ പറയാറില്ലേ, മൂക്കത്ത് ശുണ്ഠിയാണ്. തൊട്ടടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ വാളെടുത്ത് വീശിക്കളയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ദേഷ്യം ഉള്ള ഒരു വ്യക്തി. ഈ മോശയെ ഇപ്രകാരം അവതരിപ്പിച്ചതിന് ശേഷം പിന്നീട് വായിച്ചു പോകുമ്പോൾ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, പ്രത്യേകിച്ച് സംഗീത പുസ്തകത്തിൽ പഠിപ്പിക്കുന്നു, മോശയെപ്പോലെ ഇത്രയും വലിയ ശാന്തനായ ഒരു വ്യക്തി ഇല്ല. പ്രിയപ്പെട്ടവരെ, ക്ഷിപ്രകോപിയായിരുന്ന മോശയെ എങ്ങനെയാണ് ശാന്തനായ ഒരു വ്യക്തിയായി മാറ്റപ്പെടുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ ദൂഷ്യവശങ്ങൾ മാറ്റാനുള്ള സാധ്യതയുണ്ടെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മോശയുടെ ക്ഷിപ്രകോപത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒറ്റയടിക്ക് ആ ഹെബ്രായനെ അവൻ കൊന്നത്. കൊലപാതകിയാണ്, വിക്കനാണ്, ജീവിതത്തിൻ്റെ ഒത്തിരി മുറിവുകൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവനാണ്. ഇപ്രകാരമുള്ള ഈ മോശയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു മാറ്റം സംഭവിച്ചതെന്ന് തിരുവചനം വായിച്ചു പോകുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ മോശയുടെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം ഉണ്ടാവുകയാണ്. ഈ ദൈവാനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു. പ്രിയപ്പെട്ടവരെ, ഹോറേബ് മലയിൽ വെച്ച് മോശയ്ക്കുണ്ടാവുന്ന ദൈവാനുഭവത്തെക്കുറിച്ച് കൃത്യമായിട്ട് തിരുവചനം പഠിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. മോശേ മോശേ, അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, തുടർന്ന് വായിച്ചു പോവുക. മോശയുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്ന അനുഭവങ്ങളാണ് മോശയ്ക്ക് പിന്നീട് സംഭവിക്കപ്പെടുന്നത്. എങ്ങനെയാണ് അവൻ്റെ സ്വഭാവത്തെ മാറ്റിമറിച്ചത്? മോശയുടെ സ്വഭാവത്തെ മാറ്റിമറിച്ചത് ഒരു ദൈവാനുഭവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ എന്തോരം ദൂഷ്യ സ്വഭാവങ്ങളാണ് ഉള്ളത്. നല്ലതും ചീത്തതുമായ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ നല്ല സ്വഭാവങ്ങളാണ് നമ്മളെ ഒരു ദൈവമകനും ദൈവമകളുമായി വളർത്തുന്നത്. നമ്മുടെ ദൂഷ്യ സ്വഭാവങ്ങൾ നമ്മളെ പിശാചിൻ്റെ മക്കളായി മാറ്റും. നമ്മൾ ചിന്തിച്ചു നോക്കിയേ നമ്മുടെ ഉള്ളിലുള്ള ദൂഷ്യ സ്വഭാവങ്ങളെക്കുറിച്ച്. നല്ലത് ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എണ്ണുമ്പോൾ തന്നെ കൈകളിൽ കിട്ടുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള നല്ല സ്വഭാവങ്ങൾ, സ്നേഹമുണ്ട്, സമാധാനമുണ്ട്, നന്മയുണ്ട്, ആത്മസംയമനമുണ്ട് എന്നിങ്ങനെ ആലോചിക്കും തോറും നമുക്ക് കിട്ടാതെ വരുന്നു. എന്നാൽ ദൂഷ്യ സ്വഭാവങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ഉള്ളിലുള്ള ചീത്ത സ്വഭാവങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തോരമാണ്. കോപത്തിൻ്റെ, വെറുപ്പിൻ്റെ, അരിശത്തിൻ്റെ, കുറ്റം പറയുന്നതിൻ്റെ, ജഡിക ഭാവങ്ങളുടെ, ഭയത്തിൻ്റെ, അപകർഷതാബോധത്തിൻ്റെ, ഒറ്റപ്പെട്ട ചിന്തകളുടെ, ഇങ്ങനെ 100,000 ദൂഷ്യ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും. ഇങ്ങനെ തെളിഞ്ഞു കാണണമെങ്കിൽ
നമ്മൾ ആദ്യം തന്നെ ദൈവ തിരുമുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ കുറവുകൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ കുറവുകളെ ഒരു മേന്മയായി നമ്മൾ കൊണ്ടു നടക്കും. ചില വ്യക്തികൾ അങ്ങനെയുണ്ട്. അവർക്കുള്ള കുറവ് അവരൊരു മേന്മയായിട്ട് കൊണ്ടു നടക്കും. അവർ ചിന്തിക്കും, അതിനിപ്പോൾ എന്താ കുഴപ്പം, എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അതിനിപ്പോൾ എന്താ കുഴപ്പം. പ്രിയപ്പെട്ടവരെ, കുഴപ്പമുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ദൈവം ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഒരു വ്യക്തിയുടെ പേര് തോമസ് ചേട്ടൻ. അദ്ദേഹത്തെ നാട്ടുകാർ വിളിക്കുന്നത് സീരിയസ് തോമസ് എന്നാണ്. കാരണം എന്തെന്നറിയോ? ഈ വ്യക്തി എപ്പോഴും സീരിയസ് ആയിട്ടേ നടക്കുകയുള്ളൂ. ഇന്നേ വരെ ചിരിച്ച് ആ നാട്ടിലോ വീട്ടിലോ ആരും ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. ചിരിക്കാൻ അറിയാൻ പാടില്ലാത്ത മനുഷ്യൻ. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്നവരെ നമ്മുടെ വീട്ടിലും ചുറ്റുവട്ടത്തുള്ള അനേകരെ കുറിച്ച് ചിന്തിക്കണം. ചില വ്യക്തികളുണ്ട്, അവർക്ക് ചിരിക്കാൻ പറ്റില്ല, അവർക്കൊരു വികാരവുമില്ലാതെ ജീവിക്കും. ഞാനീ പറഞ്ഞ തോമസ് ചേട്ടനും ഇപ്രകാരമുള്ളൊരു വ്യക്തിയാണ്. സീരിയസ് ആണ്, വളരെ എപ്പോഴും സീരിയസ് ആയിട്ട് ഗൗരവ പ്രകൃതി. കഴിഞ്ഞ നാളിൽ ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയ അവസരത്തിൽ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു. ഇദ്ദേഹത്തിന് ഇപ്പോഴും 53 വയസ്സ് കഴിഞ്ഞു. ഇദ്ദേഹത്തിന് 2 കുട്ടികളുമുണ്ട്. അപ്പോൾ പ്രായമുള്ള ഈ തോമസ് ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ, ചേട്ടനെ നാട്ടുകാരും വീട്ടുകാരൊക്കെ വിളിക്കുന്ന പേര് ചേട്ടൻ അറിയാമല്ലോ, സീരിയസ് എന്നാണ് വിളിക്കുന്നത്, സീരിയസ് തോമസ്. ഞാൻ അല്പം ധൈര്യമൊക്കെ കടമെടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തോട് സംസാരിച്ചത്. കാരണം ഇദ്ദേഹത്തോട് ആരും തന്നെ ഈ വിഷയങ്ങളൊന്നും സംസാരിക്കാറില്ല. അപ്പം ഞാൻ എന്തും വരട്ടെ എന്ന് കരുതി അല്പം പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടാണ് ഇദ്ദേഹത്തോട് സംസാരിച്ചത്. ഇദ്ദേഹത്തോട് സംസാരിച്ച അവസരത്തിൽ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അതിനിപ്പോൾ എന്താ കുഴപ്പം, ഞാൻ സീരിയസ് ആണ്, എൻ്റെ പ്രകൃതി ഇങ്ങനെയാണ്, ഞാൻ ചെറുപ്പകാലം മുതൽ ഇങ്ങനെയാണ്, അതിനിപ്പോൾ എന്താ കുഴപ്പം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പലരുടെയും ഒരു ചിന്താഗതി ഇങ്ങനെയാണ്. നമ്മുടെ ഒരു കുഴപ്പത്തെ അത് കുഴപ്പമല്ല, ഇതെൻ്റെ പ്രകൃതമാണ്, എനിക്കിനി മാറ്റാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന സ്വഭാവം. പ്രിയപ്പെട്ടവരെ, തോമസ് ചേട്ടനോട് ഞാൻ പറഞ്ഞു, എൻ്റെ തോമസ് ചേട്ടാ, ചേട്ടനൊന്ന് ചിന്തിച്ച് നോക്കിയേ. ചേട്ടൻ ഒന്ന് ചിരിക്കുകയും സന്തോഷിച്ച് നടക്കുകയും ചെയ്യുന്നത് വീട്ടുകാരാഗ്രഹിക്കുന്നില്ലേ, നാട്ടുകാരാഗ്രഹിക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, ഞാൻ അല്പം സീരിയസാണ്, പക്വതയുടെ അടയാളമാണ് സീരിയസ്നെസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ കുറവ് ഒരു നേട്ടമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ, ചേട്ടന് ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെങ്കിലും സാധിക്കുമോ? ഇത് ഞാൻ ചോദിച്ച അവസരത്തിൽ അദ്ദേഹം ഒന്നും മിണ്ടാതെ കുറേ നേരം നിന്നു. അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ചെറുപ്പകാലം മുതൽ ഇങ്ങനെ തന്നെ ഒരു ഗൗരവ പ്രകൃതിക്കാരനായിട്ടാണ് വളർന്നത്. അദ്ദേഹം പിന്നീട് പറയുകയാണ്, അച്ഛാ, എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ് വളർന്നത്. എൻ്റെ അപ്പൻ പട്ടാളത്തിലായിരുന്നു. അപ്പോൾ പട്ടാള ക്യാമ്പുകളിലാണ് ഞങ്ങൾ വളർന്നത്. പട്ടാളത്തിലെ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്, മിലിറ്ററി സ്കൂളിലാണ്. വീട്ടിലെപ്പോഴും പട്ടാള ചിട്ടയാണ്. അപ്പൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ പട്ടാള ചിട്ടയാണ്. സ്കൂളിൽ പട്ടാള ചിട്ടയിൽ വളരുന്നു, വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പൻ പട്ടാള ചിട്ടയിൽ വളർത്തുന്നു. ഞങ്ങളുടെ വീട്ടിൽ വാ തുറന്ന് ഉച്ചത്തിൽ സംസാരിക്കാൻ അനുവാദമില്ല, ഞങ്ങളുടെ വീട്ടിൽ ചിരിയും കളിയുമില്ല. അങ്ങനെയാണ് ഞാൻ 10ാം ക്ലാസ് വരെ വളർന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ഹോസ്റ്റലിൽ ഉയർന്ന പഠനത്തിന് വേണ്ടി പോയി. അങ്ങനെ വീണ്ടും പഠിച്ചു. അങ്ങനെ വളർന്ന് ഞാൻ ഇപ്പോൾ ഈ പരുവത്തിലായി. ഇദ്ദേഹം പറയുക, 10ാം ക്ലാസ് വരെ ചിരിക്കാത്ത, 10ാം ക്ലാസ് വരെ ഗൗരവപ്രകൃതം സൂക്ഷിച്ച എനിക്ക് പിന്നെ എങ്ങനെയാണ് ചിരിക്കാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു വയ്ക്കുന്നത്, നമ്മുടെയൊക്കെ സ്വഭാവ പ്രത്യേകതകൾ നമ്മുടെ ബാല്യകാലവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതുപോലെ ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപം കൊള്ളുമ്പോൾ മുതൽ ആ വ്യക്തിയുടെ സ്വഭാവം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ശാസ്ത്രം പോലും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവം അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ രൂപപ്പെടുന്നു. അമ്മ അനുഭവിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ കുഞ്ഞിലേക്കും കടന്നു വരും. അമ്മയുടെ ദുഃഖമാണെങ്കിൽ ദുഃഖം കുട്ടിയിലോട്ട് കടന്നു വരും. അമ്മയുടെ സന്തോഷമാണെങ്കിൽ ആ സന്തോഷം കുഞ്ഞിലേക്ക് കടന്നു വരും. എന്തു പറയേണ്ടു, അമ്മയുടെ അനുഭവങ്ങളെല്ലാം ഈ കുട്ടിയിലോട്ട് കടന്നു വരികയും ഈ പ്രപഞ്ചത്തിൽ പിറന്നു വീണ് കഴിയുമ്പോൾ
ഉള്ളിൻ്റെ ഉള്ളിൽ ഇക്കാലം അത്രയും അനുഭവിച്ച സംഭവങ്ങളെല്ലാം ആ സ്വഭാവത്തിൽ പ്രകടമാകാൻ തുടങ്ങുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വെളിപ്പെടാത്ത ഈ കാര്യം തമ്പുരാൻ്റെ മുമ്പിൽ സമയം ചെലവിട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ദൂഷ്യ സ്വഭാവങ്ങൾ ഏതാണെന്ന് ചിന്തിക്കാൻ അല്പസമയം ചെലവഴിക്കൂ. തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ ഇഷ്ടമില്ലാത്ത, എനിക്ക് തന്നെ പിടിക്കാത്ത സ്വഭാവ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ധ്യാനിക്കുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായി തമ്പുരാൻ കർത്താവ് നമ്മുടെ മുമ്പിൽ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തി തരും. പ്രിയപ്പെട്ടവരെ, തിരുവചനം നമ്മുടെ മുമ്പിൽ അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 147 വചനം 3. സങ്കീർത്തന പുസ്തകം 147 വചനം 3. വചനം ഇങ്ങനെ പറയുന്നു: അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. ഹൃദയം തകർന്ന ഓരോ വ്യക്തിയെയും കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. നമ്മളത് വിശ്വസിക്കുക. എൻ്റെ കർത്താവിന് എൻ്റെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കാൻ സാധിക്കും. ഇതൊരു വലിയൊരു ബോധ്യമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. എൻ്റെ സ്വഭാവത്തിലെ ഏതെല്ലാം കുറവുകളുണ്ടോ ആ കുറവുകളെല്ലാം നിറവുകളായി മാറ്റാൻ എൻ്റെ കർത്താവിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊരു ആത്മവിശ്വാസത്തിൻ്റെ ബോധ്യമാണ്. ഈ സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നത് ഒരു വ്യക്തിയെ ജീവിതത്തിൽ തന്നെ പുറകോട്ട് വലിക്കുന്ന സ്വഭാവമാണ്. അത് പിശാച് ഒരു വ്യക്തിയിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും ഒരുപക്ഷെ നമ്മളിൽ തന്നെയും അപ്രകാരമുള്ള ഒരു സ്വഭാവ വൈകല്യം പിശാച് നമ്മുടെ തലയിൽ ഇഞ്ചക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഒരു കാര്യം ഉറപ്പിക്കുക: എൻ്റെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളെ എനിക്ക് മാറ്റാൻ സാധിക്കും. പിശാച് എന്തു പറയും? നിനക്ക് മാറ്റാൻ പറ്റില്ല, നീ ഇങ്ങനെ തന്നെയാണ്, നീ ഈ വീട്ടിൽ ജനിച്ചില്ലേ, നിൻ്റെ അപ്പനും അമ്മ ഇങ്ങനെയല്ലേ, നിൻ്റെ കുടുംബം ഇങ്ങനെയല്ലേ, നീ വളർന്ന സാഹചര്യം ഇങ്ങനെയല്ലേ, നിനക്ക് മാറ്റാൻ പറ്റില്ല, നീ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇങ്ങനെ തന്നെ ജീവിക്കും, നിൻ്റെ മരണം വരെ ഇങ്ങനെ ഉണ്ടാവും. ആര് പറയും? പിശാച് പറയും. എന്നാൽ വചനം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. എന്താണെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഏത് തകർച്ചകളെയും നമുക്ക് അനുഗ്രഹകരമായി മാറ്റാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമുക്കൊരിക്കലും നമ്മുടെ ബാല്യകാലത്തേക്കോ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട നാളുകളിലേക്കോ തിരിച്ചു പോകാൻ പറ്റുമോ? നമ്മുടെ ലൈഫിനൊന്നും റീവൈൻഡ് ബട്ടണൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളെ നമുക്ക് ഭാവനയിൽ കണ്ട് അതൊരു പ്രാർത്ഥനയാക്കി മാറ്റാൻ സാധിക്കും. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതും അപ്രകാരമുള്ള ഒരു പ്രാർത്ഥന സൗഖ്യ ശുശ്രൂഷകളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളെ ഭാവനയിൽ കണ്ട് തമ്പുരാൻ കർത്താവിന് സമർപ്പിക്കുക. നല്ല ദൈവമേ, ഇതൊക്കെയാണ് എൻ്റെ ഇന്നലകൾ. ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളെ ചകഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ആ സംഭവങ്ങളെല്ലാം കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഈശോയോട് പറയുക: ഈശോയെ, നിൻ്റെ തിരുരക്തത്താലെ എൻ്റെ ഓർമ്മകളെ, അനുഭവങ്ങളെ കഴുകണമേ. ഈശോയെ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട നാളുകളിൽ എന്നിൽ സംഭവിച്ച സംഭവങ്ങളെ തിരുരക്തത്താലെ കഴുകണമേ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉളവാക്കുന്ന പ്രാർത്ഥനയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സീരിയസ് തോമസ് ഏട്ടൻ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ അടുക്കലിരുന്ന് സംസാരിച്ചു വന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാമെന്നേറ്റു. ധ്യാനത്തിൽ വന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ആന്തരിക മുറിവിനെക്കുറിച്ച് ബോധ്യം ലഭിച്ചു. ആ ബോധ്യങ്ങളെല്ലാം പ്രാർത്ഥനാ ശുശ്രൂഷയിൽ തമ്പുരാൻ്റെ പക്കലേൽപ്പിച്ചു. ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ കണ്ട വിടർന്ന പുഞ്ചിരി ഒരു കാര്യം എന്നെ പഠിപ്പിക്കുന്നു: ഏത് സ്വഭാവ വൈകല്യങ്ങളെയും കർത്താവ് മാറ്റും. ഏത് സ്വഭാവ വൈകല്യങ്ങളെയും കർത്താവ് മാറ്റും. യേശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 5-ാം തിരുവചനം പഠിപ്പിക്കുന്നു: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശുവിൻ്റെ തിരുമുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു.
യേശുവിൻ്റെ തിരുമുറിവിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിലെ കുറവുകളെ സൗഖ്യമാക്കാൻ സാധിക്കും. അത് ഏത് വലിയ കുറവിനെയും കർത്താവിന് സൗഖ്യപ്പെടുത്താൻ സാധിക്കും. വചനം പഠിപ്പിക്കുന്നത് ചില കുറവുകളെ, ചില പോരായ്മകളെ ശരിയാക്കാമെന്നല്ല, മറിച്ച് നിൻ്റെ ഏത് സ്വഭാവ വൈകല്യത്തെയും നിനക്ക് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിലൂടെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള വലിയ ഒരു ഉറപ്പ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിനക്ക് നൽകുകയാണ്. ഈ കൃപയാണ് ഈ സമയം നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് ഏതു മേഖലയുമായിക്കൊള്ളട്ടെ. ഞാൻ ഓർക്കുന്നൊരു സംഭവം, കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ധ്യാന ശുശ്രൂഷ അവസരത്തിൽ ഒരമ്മ മകനെയും കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, 13-14 വയസ്സ് പ്രായമുള്ള മകൻ. ഈ മകൻ സംസാരിക്കുമ്പോൾ വിക്കനാണ്. അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവിടെ കുറേ പ്രാർത്ഥനക്കാരിരിപ്പുണ്ട്, പ്രാർത്ഥനാ ശുശ്രൂഷക്കാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ് വേദി. അപ്പോൾ ഈ അമ്മ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അച്ഛന്മാരെ, പ്രാർത്ഥനക്കാരെ, നിങ്ങൾ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊരൊറ്റ മോനേ ഉള്ളൂ. ഈ മകന് ഇപ്പോൾ സംസാരിക്കുമ്പോൾ വിക്കാണ്, അവന് സംസാരിക്കുമ്പോൾ ശേഷി കിട്ടുന്നില്ല. നിങ്ങളെല്ലാവരും ഈ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. എന്നിട്ട് ഈ അമ്മ പറയുക, എനിക്കറിയാം എൻ്റെ കർത്താവ് സൗഖ്യപ്പെടുത്തും. ആ അമ്മയുടെ വിശ്വാസം, ആ അമ്മയുടെ ബോധ്യം, അതുകൊണ്ടാണ് ആ അമ്മ ആ മകനെയും കൂട്ടി ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വന്നത്. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാവരും ചേർന്ന് ഈ അമ്മയ്ക്കും മകനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഒരു ബ്രദറിന് ഒരു സന്ദേശം കിട്ടുകയാണ്. സന്ദേശം ഇങ്ങനെയാണ്: ഈ കുട്ടി ജനിച്ചു വളർന്ന കാലഘട്ടങ്ങളിൽ ഈ കുട്ടി സംസാരിക്കാൻ ശേഷിയുള്ള കുഞ്ഞായിരുന്നു, വിക്കനല്ലായിരുന്നു. ഈ കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായിട്ട് ഒരു വലിയ അനുഭവമായിട്ട് മാറി. ഞങ്ങൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, അമ്മയുടെ മകന് സംസാരിക്കാൻ ശേഷി ഉണ്ടായിരുന്നു, പിന്നെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാം, ഇത് പരിശുദ്ധാത്മാവാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. എന്നിട്ട് അമ്മ പറയാണ്, അച്ഛന്മാരെ, പ്രാർത്ഥനക്കരെ, നിങ്ങളൊരു കാര്യം അറിയണം, എൻ്റെ ഭർത്താവ് വല്ലാത്തൊരു മദ്യപാനിയാണ്. ഭർത്താവിൻ്റെ മദ്യപാനത്തിൻ്റെ ഫലമാണ് ഈ മകൻ്റെ ഇപ്പോഴത്തെ വിക്ക്. എന്നിട്ട് അമ്മ പറഞ്ഞു, അച്ഛാ, 6-7 വയസ്സ് പ്രായമുള്ളപ്പോൾ ഭർത്താവ് വന്ന് എല്ലാ ദിവസവും എന്നെ മർദ്ദിക്കുമായിരുന്നു. ഈ കുട്ടിക്ക് 6-7 വയസ്സ് പ്രായമുള്ളപ്പോൾ. അങ്ങനെയുള്ള സമയത്ത് ഈ കുട്ടി എപ്പോഴും അപ്പൻ അമ്മയെ മർദ്ദിക്കുന്നത് കണ്ടിട്ട് സഹികെട്ട അവസരത്തിൽ അപ്പനെ ചെന്ന് വട്ടം കെട്ടിപ്പിടിച്ചിട്ട് ഈ മകൻ പറഞ്ഞു, അപ്പാ, അമ്മയെ തല്ലല്ലേ എന്നും പറഞ്ഞു കരയാറുണ്ടത്രേ. അങ്ങനെ കരച്ചിലിനിടയിൽ മദ്യപിച്ച് ലെക്ക് കെട്ട അപ്പൻ ഈ മകനെ പിടിച്ച് തള്ളിയിട്ടു. ഈ തള്ളി ദൂരേക്കിട്ടെങ്കിലും ആ മകൻ വീണ്ടും കടന്നു വന്ന് അപ്പനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ അപ്പന് മദ്യലഹരിയിലാണ്, അരിശവും ദേഷ്യമുണ്ട്. അവസാനം എന്ത് ചെയ്തു? ആ മകനെ പിടിച്ച് വീടിന് പുറകിൽ അടുക്കള വശത്തുള്ള തെങ്ങെ കൊണ്ട് കെട്ടിയിട്ടു. കെട്ടിയിടപ്പെട്ടപ്പോഴും ആ 6-7 വയസ്സുകാരൻ കുഞ്ഞിരുന്നുകൊണ്ട് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പറയുന്നു, അപ്പാ, അമ്മയെ തല്ലല്ലേ. ഇതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അരിശം ദേഷ്യം കൂടി വന്ന് അപ്പൻ എന്ത് ചെയ്തെന്നറിയോ? തൊട്ടടുത്തൊരു മാവുണ്ടായിരുന്നു, ആ മാവേൽ കുറേ ഉറുമ്പിൻ്റെ കൂടുണ്ടായിരുന്നു. ആ കൂടെല്ലാം കൂടെ പെറുക്കിക്കൊണ്ടുവന്ന് ഈ കുഞ്ഞിൻ്റെ തലയെ കൊണ്ട് വെച്ചു. എന്നിട്ട് ഈ ശിരസ് മുതൽ ഇങ്ങനെ ഉറുമ്പിങ്ങനെ അരിച്ചരിച്ചിറങ്ങുമ്പോൾ ഈ മകൻ അപ്പോഴും വിളിച്ചു പറഞ്ഞു, അപ്പാ, അമ്മയെ തല്ലല്ലേ. അരിശവും ദേഷ്യം കൂടിയിട്ട് അപ്പൻ ചെന്നിട്ട് മകനോട് പറഞ്ഞു, ഇനി നീ മിണ്ടരുത്, മിണ്ടിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും. അപ്പാ, അമ്മയെ തല്ലല്ലേ എന്ന് വാവിട്ട് നിലവിളിച്ച ഈ കുട്ടി സ്വരം നിന്നുപോയി. അപ്പാ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് സ്വരമെടുത്ത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഭയം കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ പറയാം, അന്ന് മുതലാണ് എൻ്റെ മകൻ ഇങ്ങനെ വിക്കനായിട്ട് മാറിയത്. ഉള്ളിൽ ഭയമെന്ന് പറയുന്ന ഒരു വിപരീത വികാരം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ സംസാര ശക്തി പോലും മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, പ്രാർത്ഥനാവസരത്തിൽ കർത്താവ് ശക്തമായൊരു ബോധ്യം നൽകി ഈ കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ധ്യാനത്തിന് പങ്കെടുക്കാൻ പറഞ്ഞു. ധ്യാനാവസരത്തിൽ പരിശുദ്ധാരാധന സമയത്ത് ദൈവജനം മുഴുവൻ കരങ്ങൾ ഉയർത്തി ഈശോയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞ് ഏറ്റവും മുമ്പിലിരുന്ന് കരങ്ങൾ ഉയർത്തി വളരെ സ്ഫുടമായ ഭാഷയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു, എൻ്റെ കർത്താവേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, ആ കുട്ടിയുടെ നാവിൻ്റെ കെട്ടഴിച്ച സംഭവമായിരുന്നു. ആ കഴിഞ്ഞകാല സംഭവങ്ങളെ എപ്പോൾ ആ കുട്ടി തമ്പുരാൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് അത് സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സൗഖ്യം കൊടുത്തു. പിന്നീട് ഞാൻ അറിഞ്ഞു, ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ട്, മിടുക്കനായിട്ട് വളരുന്നു. ഞാനിതെന്തിനാ പറഞ്ഞെന്നറിയോ?
പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവത്തിൽ ഏതെല്ലാം വൈകല്യങ്ങളുണ്ടെങ്കിലും വചനം നമുക്കൊരുറപ്പ് നൽകുന്നു. നമ്മുടെ സ്വഭാവ വൈകല്യങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കും, യേശുവിലൂടെ മാറ്റാൻ സാധിക്കും. ജെറമ്യാ പ്രവചനം 31 അധ്യായം 13 തിരുവചനം പഠിപ്പിക്കുന്നു, അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ദുഃഖമകറ്റി ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം സ്വഭാവ വൈകല്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നോ ആ വൈകല്യങ്ങൾക്കെല്ലാം യേശുവിൽ ഉത്തരമുണ്ട്. അതിൽ നിരാശപ്പെട്ട് നീ കഴിയരുത്. ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ കുടുംബം ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ബാല്യകാലം ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ഒന്നിനെ ഓർത്ത് നീ സങ്കടപ്പെട്ട് ജീവിക്കല്ലേ. ഈശോ നിനക്കൊരു പ്രത്യാശയുടെ വാതിലൊരുക്കുന്നു. ദുഃഖമകറ്റി നിനക്ക് ആശ്വാസം നൽകും. ഹൃദയം തകർന്നവരെ കർത്താവ് സൗഖ്യപ്പെടുത്തും. സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദിവസവും നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ എൻ്റെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റി സൗഖ്യം എനിക്ക് നൽകണമേ. തീർച്ചയായും ദൈവം സമൃദ്ധമായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.